ഇതൊരു മാരുതി സുസുക്കി അൾട്രയാണ്. മേജർ സർവീസിന് വന്നൊരു വണ്ടിയാണ്. നമുക്ക് അതിൻ്റെ ക്ലച്ച്, ടൈമിംഗ് ബെൽറ്റ്, ഫിൽറ്ററുള്ള കാര്യങ്ങളെല്ലാം മാറണം. നമ്മൾ ഓൾറെഡി ക്ലച്ച് മാറിയിട്ടുണ്ട്. നമ്മൾ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ടൈമിംഗ് ബെൽറ്റ് മാറാൻ വേണ്ടി ഫ്രണ്ട് ബമ്പർ, ഈ കംപ്രസറിൻ്റെ ബ്രാക്കറ്റ്, മൗണ്ടിങ് കാര്യങ്ങളെല്ലാം ഇളക്കിയിരുന്നാൽ ടൈമിംഗ് ബെൽറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. കംപ്രസറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബ്രാക്കറ്റ്, എഞ്ചിൻ മൗണ്ട് എല്ലാം ഇളക്കി ഇപ്പോൾ എഞ്ചിന് ജാക്കിപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത്. കണ്ടില്ലേ, മുകളിൽ മൗണ്ടിങ് കാര്യങ്ങളെല്ലാം ഇളക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പുറത്തെ പുള്ളി ബെൽറ്റ് കാര്യങ്ങളെല്ലാം ഇളക്കിയിട്ടാണ് ഈ ടൈമിംഗ് കവർ ഇളക്കിയെടുക്കാൻ. എഞ്ചിന് കറക്കി ടൈമിംഗ് വെച്ചതിന് ശേഷമാണ് ടൈം ബെൽറ്റ് ഇളക്കി എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പുതിയത് വാങ്ങിച്ചിരിക്കുന്നത് മാരുതിയുടെ ജെന്യൂൻ പാർട്സാണ് പുതിയ ടൈം ബെൽറ്റ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ബെൽറ്റ് ഇടാൻ നേരത്ത് ഓൾറെഡി ടൈമിംഗ് വെച്ചതുകൊണ്ട് ഇപ്പോൾ ഇനി ബെൽറ്റ് ഇട്ടാൽ മതി. ബെൽറ്റ് ഇട്ടതിന് ശേഷം 1-2 റൗണ്ട് കറക്കി നോക്കി വീണ്ടും ടൈം വെക്കേണ്ടതായിട്ടുണ്ട്. ക്രാങ്കിലും ക്യാബിനറ്റാണ് ഇതിൻ്റെ ടൈം ബെൽറ്റ് വരുന്നത്. കറക്റ്റ് ടീത്ത് പിടിച്ചിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്താൽ മതിയാവും. ബെൽറ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് 1-2 റൗണ്ട് കറക്കി വീണ്ടും ഒന്നേന്ന് ടൈമിംഗ് സെറ്റ് ചെയ്യണം. കറക്റ്റാണ് അത് നോക്കിയതിന് ശേഷമാണ് ബാക്കി കവറും കാര്യങ്ങളെല്ലാം ഇട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതൊരു മേജർ സർവീസിന് വന്നൊരു വണ്ടിയാണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് ബെൽറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ക്ലച്ച് മാറിയിട്ടുണ്ട്, പ്ലഗ്, ഫിൽറ്റർ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. നമ്മൾ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്.